ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ഡെസേർട്ടാണ്. പാർഫേ എന്ന് പറയും. അത് പുറത്തെ രാജ്യങ്ങളിൽ പറയുന്ന പേരാണ്. നമുക്ക് അതിനെ ഒന്ന് മലയാളീകരിക്കാം. കാരണം പാർഫേ ഉണ്ടാക്കുന്നത് ശരിക്കും ഓട്സോ ഗ്രാനോളയൊക്കെ കൊണ്ടാണ്. അപ്പം എല്ലാവരുടെ വീട്ടിലും ചില സമയത്ത് ഓട്സ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഓട്സ് കണ്ടുവെന്ന് വരില്ല. അപ്പം ഞാൻ ഇന്ന് ഒന്ന് മലയാളീകരിച്ചിട്ട് അവിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. കാരണം എൻ്റെ കയ്യിൽ അവിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പം അവിലും കുറച്ച് തൈരും, കയ്യിൽ എന്ത് ഫ്രൂട്ടാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഗ്രാനോള ഉണ്ടെങ്കിൽ ഗ്രാനോള ആയിരിക്കും ബെസ്റ്റ്. ഓട്സ് ഉണ്ടെങ്കിൽ ഗ്രാനോള ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഗ്രാനോള ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഓക്കെ, ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഇതിൽ വേണ്ടത്, ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴം, ആപ്പിളായിരുന്നു. അപ്പം ആപ്പിളും പഴമൊന്നും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പറമ്പിൽ, ഇപ്പോൾ ഏപ്രിൽ ആവാറായി, വിഷു ആവാറായി, ഇപ്പം എല്ലാവരെയും മാങ്ങ കിട്ടിയിട്ടുണ്ടാവും. പറമ്പിലും ഒക്കെ കിട്ടുകയെങ്കിൽ എടുത്ത് നല്ല മാങ്ങ നോക്കി കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ് ആയിരിക്കും. ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴവും ആപ്പിളും ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ടേസ്റ്റിനും ആ ഒരു ക്രഞ്ചിനെസ്സിനും വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് പിസ്ത, വാൾനട്ട്, ആൽമണ്ടും ആണ്, ബദാമും ആണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിലും വെറും കപ്പലണ്ടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. അപ്പം വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള എല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വളരെ ഈസിയാണ്, ഹെൽത്തിയുമാണ്. കാരണം അറിയാലോ, തൈരിൽ ഒരുപാട് പ്രോബയോട്ടിക് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് അതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്, ഒന്നാമത് ചൂടും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, അല്ലെങ്കിൽ ഡെസേർട്ടാണ്. അപ്പം വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു കപ്പ് അവിലെടുത്തു. ഒരു കപ്പ് അവിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലിന് പകരം നിങ്ങൾക്ക് വെറും വെള്ളമായാലും മതി. ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തൈരും കൂടെ ആഡ് ചെയ്തിട്ട്, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കല്ലേ, അപ്പം കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ അവിലാണ്. അപ്പോൾ കട്ടിയുള്ള അവിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം കുതിർക്കാൻ വെക്കണം. ഇപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് തൈരും കൂടെ ആഡ് ചെയ്ത് ലെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്യുകയാണ്. മൂന്ന് വലിയ സ്പൂൺ തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തേനാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം, കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ലെയർ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്ക് തേനോ പഞ്ചസാരയോ നമുക്ക് യൂസ് ചെയ്യാം മധുരത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിലും അല്ലാതെയും കഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനതാ കുറച്ച് പഴവും കുറച്ച് ആപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പിസ്ത, ബദാം, വാൾനട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ല, അതൊന്നുമില്ല, നമ്മുടെ കയ്യിൽ സാധാരണ കപ്പലണ്ടി, നിലക്കടലയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ലെയർ ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ഇതിലാണ് സെർവ് ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞ് ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ അതിലോട്ട് സെർവ് ചെയ്യാം. അപ്പം എന്താ, നമ്മുടെ അവിൽ നന്നായി പാലും തൈരും ഒക്കെ വെളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ എന്താ അവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യണം അതിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മേലെ കുറച്ച് നമുക്കത് മാറ്റാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പഴം,
കുറച്ച് ആപ്പിള് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തേൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടുത്ത ലെയർ, ഇടയിൽ വേണമെങ്കിൽ ഒരു ലെയറൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുഞ്ഞു പാത്രം ആയതുകൊണ്ട് ഞാൻ ഇനിയും ഒരു ലെയറൂടെ അവിൽ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു ലെയർ അവിൽ, എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ സാധാരണ ഒരു ബൗളിൽ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഇപ്പം ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പം എല്ലാവരുടെ പറമ്പിൽ മാങ്ങ വന്നിട്ടുണ്ടെങ്കിൽ, പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ അടുത്ത ലെയർ അവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ പഴവും കുറച്ചുകൂടെ ആപ്പിളും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി മേലെ നട്ട്സ്. കണ്ടോ ലെയറായിട്ട് എല്ലാം കാണുന്നത്. ഇതുപോലെ ചെയ്തെടുക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. ഇതേപോലെ മറ്റേതും ഞാൻ ലെയർ ചെയ്തെടുക്കാൻ പോവാണ്. ബാക്കി നമുക്ക് വേണ്ടപ്പോൾ സമയത്ത് ചെയ്ത്, വളരെ ഈസിയാണ്. ഇതിപ്പോൾ വലിയ റെസിപ്പി എന്നൊന്നും പറയാനില്ല, പക്ഷേ പെർഫെക്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.